ഇന്ന് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയമായിട്ട് അവതരിപ്പിക്കുന്നത് തെരുവുനായ ആണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലും ഇപ്പോൾ വലിയൊരു ഭൂകമ്പം തന്നെ നടന്നിരിക്കുന്നു. ആദ്യമായിട്ട് കോടതി, സുപ്രീം കോടതി വിധിക്കെതിരെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയ ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായിട്ടുണ്ട്. കോടതികൾക്കെതിരെ സാധാരണയായിട്ട് ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങാറില്ല. പക്ഷെ അത് ഒരു പല മാറ്റങ്ങൾക്കും ഒരു ചുവടുവയ്പ്പാണ്. ഇത് വലിയൊരു മാറ്റം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലേക്കും കൊണ്ടുവരാൻ സാധ്യത കാണുന്നുണ്ട്. അതായത് ഇന്ന് തെരുവുനായ എന്ന് പറയുന്നത് വലിയ ഒരു കമ്പോളവൽക്കരിക്കപ്പെട്ട ഒരു ജീവിയാണ്. ഏറ്റവും കൂടുതൽ വിപണി ഉള്ള ഒരു ജീവിയാണ് ഈ തെരുവുനായ എന്ന് പറയുന്നത്. ഈ തെരുവുനായ വെറുതെ റോഡിൽ കിടന്നു കഴിഞ്ഞാൽ അതിന് മൂല്യമില്ല, അത് കടിക്കണം. അത് കടിച്ചു കഴിഞ്ഞ് ആ കേരളത്തിലുള്ള പിന്നെ ആ പരിസരത്തുള്ള എല്ലാ തെരുവുനായകൾക്കും വാക്സിൻ എടുക്കുമ്പോൾ മാത്രമാണ് അതിന്റെ വിപണി മൂല്യം, മാർക്കറ്റ് വാല്യൂ കൂടുന്നത്. അതാണ് ഇവിടുത്തെ വിപണന തന്ത്രം. അത് കേരളത്തിൽ മാത്രമല്ല മറ്റു പല ഭാഗത്തും ഉണ്ടെങ്കിലും ഈ കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ പൊട്ടനാക്കാൻ പറ്റും എന്നുള്ള ഒരു സാധ്യത ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഈ കമ്പനികൾക്കുണ്ട്. ഇവിടെയുള്ള ആളുകളെ നമ്മൾ വെറുതെ പറഞ്ഞ് ഞങ്ങൾ പറ്റിച്ചു കൊടുത്താൽ മാത്രം മതി. തെരുവുനായകളെ മുഴുവൻ പ്രൊട്ടക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ തെരുവുനായകൾ അക്രമാസക്തമാകുന്നതും അത് കടിക്കുന്നതും. അതിന് അവർക്ക് ഈ തെരുവുനായകൾ, മൃഗസംരക്ഷകർക്ക് ഏറ്റവും കൂടുതൽ വാക്സിൻ മാഫിയയുടെ കമ്മീഷനാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞവരാണ് ഈ ബിജു പ്രഭാകർ എന്ന് പറയുന്ന ഇപ്പൊ വ്യാജ IAS കാരൻ എന്ന് രാജു നാരായണസ്വാമി വെളിപ്പെടുത്തിയിരിക്കുന്ന വ്യക്തി. ഇദ്ദേഹം KMCL-ന്റെ, കേരള മെഡിക്കൽ കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കുമ്പോഴാണ് ഈ വെളിപ്പെടുത്തൽ ആദ്യമായിട്ട് 2015 നടത്തിയിരിക്കുന്നത്. അദ്ദേഹമാണ് ഈ വാക്സിൻ പർച്ചേസ് ചെയ്യുന്നത്. അതിന്റെ കമ്മീഷൻ മൃഗസ്നേഹികൾക്ക് കിട്ടുന്നു എന്നായിരുന്നു 2015 ആരോപണം. വന്നിട്ട് കേരളത്തിൽ ആകെ 50 മൃഗസ്നേഹികൾ ഉണ്ടായിരുന്നില്ല. ഇത് എങ്ങനെയായിരിക്കും ഇവരിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക? ഇദ്ദേഹം ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ ബസ്സുകൾ വാങ്ങിച്ചിട്ടുണ്ട്. അതിന്റെ കമ്മീഷൻ പോയത് യാത്രക്കാർക്കായിരുന്നു. ഏത് യാത്രക്കാരനാണ് ഇത് കിട്ടിയിരിക്കുന്നത്? ഇതേപോലെ മനുഷ്യനെ പൊട്ടനാക്കുക. ഈ കേരളത്തിലുള്ള സകലമാന ജനങ്ങൾ, ഓൾമോസ്റ്റ് 99% ആളുകളും ഈ വാക്സിൻ മാഫിയയ്ക്ക് വേണ്ടി മൃഗസ്നേഹികൾ പണിയെടുക്കുന്നു എന്നുള്ളത് വിശ്വസിച്ചു. അത്രയ്ക്ക് അതിന്റെ അവരുടെ മാനസികാവസ്ഥ. അതായത് കേരളം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ചിന്തിക്കാൻ കഴിയാത്ത ഒരു വിഭാഗം ജനങ്ങളുടേതാണ് എന്ന് അടിവരയിടുന്ന ഒരു കാര്യമായിരുന്നു അവിടെ നടന്നത്. ഇനി ഇവർക്ക് വേണ്ടിയിട്ട് വേറെ ആരൊക്കെയാണ് പണിയെടുക്കുന്നത്? ഈ കൊച്ചൗസൂർ ചിറ്റിലപ്പള്ളി, ഇദ്ദേഹമാണ് ഏറ്റവും 75 ലക്ഷത്തോളം രൂപ ചെലവാക്കിയിട്ടാണ് ഇദ്ദേഹം 2016 2 പ്രാവശ്യം കേരളത്തിലെ എല്ലാ പേപ്പറുകളിലും അഡ്വർടൈസ്മെന്റ് നടത്തിയിരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ പേപ്പറുകളിലും ക്വാർട്ടർ പേജ്, പട്ടികളെ കൊല്ലുന്നതിന് 50 രൂപയുള്ളൂ, നിങ്ങൾ കൊന്നോ, ഞങ്ങൾ സഹായിച്ചോളാം, 50 രൂപയുടെ കേസ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നേരിട്ടോളാം. ഉടനെ തന്നെ അത് ഒക്ടോബർ 19-ാം തീയതി ആയിരുന്നു 2016 ഈ സംഭവം നടന്നത്. ഒക്ടോബർ 25-ാം തീയതി വർക്കലയിൽ വീട്ടിൽ കിടന്നുറങ്ങിയ ഒരു വൃദ്ധനെ, 85 വയസ്സായ രാഘവൻ എന്ന് പറയുന്ന വ്യക്തിയെ നായകൾ കടിച്ചു കീറിക്കുന്നു. പേവിഷബാധയല്ല, പച്ചനെ. അതായത് ഈ നായകളെ അക്രമാസക്തരാക്കാനുള്ള ആഹ്വാനമായിരുന്നു ഈ കൊല്ലുക, ഞങ്ങൾ രക്ഷപ്പെടുത്തും. ഈ കൊല്ലാൻ എളുപ്പമല്ല നായകളെ. അപ്പോൾ ജനവികാരം ഇളക്കി വിട്ട് അക്രമാസക്തരാക്കുക. ഈ കൊല്ലുക എന്നുള്ള വാക്ക് പലയിടത്തും ഇങ്ങനെ നിങ്ങൾക്ക് മുഴങ്ങി കേൾക്കാനായിട്ട് സാധിക്കും. ഒരു സമൂഹത്തിൽ കൊല്ലുക എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴും കൊലയിലായിരിക്കില്ല തീരുക. കൊന്നു കഴിഞ്ഞാൽ പോലും കൂട്ടത്തിൽ നിൽക്കുന്ന നായകൾ തിരിച്ചു കടിക്കും. ഇത് കാണുന്നുണ്ട്. കൊന്നിട്ടേക്കുന്നത് കുറെ നായകളുടെ മുമ്പിൽ. ആ സൈക്കോളജിയാണ് ഈ ചിറ്റിലപ്പള്ളിക്കും ബിജു പ്രഭാകരനും മാവേലിക്കും ഒക്കെ അറിയാവുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ ഇടയിലായിരുന്നു ഇവിടെ കേരളത്തിൽ നടന്നിരുന്നത്.